ഫ്രണ്ട്സ്, വീണ്ടും നദികളുമായി ഞാൻ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഉപദ്വീപീയ നദികളെക്കുറിച്ച് പറയാം എന്ന് പറഞ്ഞാണ് ക്ലാസ് അവസാനിപ്പിച്ചത്. ഉപദ്വീപീയ നദികൾ കൂടുതൽ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടതാണ്. മഴയെ ആശ്രയിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ, അല്ലെങ്കിൽ പെനിൻസുലാർ റിവേഴ്സ്. ഈ നദികളിൽ പ്രധാനപ്പെട്ടത് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. ഇത്രയും നദികളെക്കുറിച്ചാണ് ഇനി ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കുന്നത്. ഇവിടെ എല്ലാവരും നോക്കുക. വീണ്ടും ഒരു ചാർട്ട് ഉണ്ടാക്കുകയാണ്. ഇവിടെ നദിയുടെ പേര്, ഏത് നദിയാണെന്നുള്ളതാണ് പേര്. ഇത് എവിടെ ഉത്ഭവിക്കുന്നു, ഇതിൻ്റെ ഉദ്ഭവം. അടുത്തത് ഇതിൻ്റെ നീളം. അടുത്തത് പോഷക നദി. പോഷക നദി എല്ലാം എഴുതാൻ പറ്റില്ല, പ്രധാനപ്പെട്ടത്. പിന്നെ പതിക്കുന്നത്. അപ്പോൾ ഉപദ്വീപീയ നദികളാണ് ഹെഡിങ്. ഉപദ്വീപീയ നദികളുടെ പേര്, എവിടെ ഉത്ഭവിക്കുന്നു, എത്ര കിലോമീറ്റർ നീളം, പോഷക നദികൾ ഏതാണ്, എവിടെ പതിക്കുന്നു. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ഓരോന്നായിട്ട് ഞാൻ പറയുന്നുണ്ട്. ആദ്യത്തെ മഹാനദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ മൈക്കാല റേഞ്ച്. MP മധ്യപ്രദേശാണേ. മധ്യപ്രദേശിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 857 കിലോമീറ്റർ. പോഷക നദിയാണ് ഇബ് ടെൽ. ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഒരെണ്ണം കഴിഞ്ഞു മഹാനദി. അപ്പോൾ മഹാനദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ മൈക്കാല റേഞ്ചിൽ നിന്നാണ്. 857 കിലോമീറ്റർ ഒഴുകുന്നു. ഇബ് ടെൽ അതിൻ്റെ പോഷക നദികളാണ്. ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്നു മഹാനദിയെക്കുറിച്ച് പിന്നീട് വേറെ പറയും. അതുകൊണ്ട് ആദ്യം ഇതൊരു ചാർട്ടാക്കുക. അടുത്തത് ഗോദാവരി മഹാബലേശ്വർ, മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 1465 കിലോമീറ്റർ നീളം. ഇന്ദ്രാവതി ആണ് പോഷക നദി, പ്രധാനപ്പെട്ടത്. ഇന്ദ്രാവതി ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്നു. അടുത്ത കൃഷ്ണ, ഒരു ഏകദേശ രൂപമാണ്, ഒറ്റയടിക്ക് നോക്കാനാണ്. കൃഷ്ണ നദി മഹാബലേശ്വറിൽ നിന്ന് തന്നെയാണ്. മഹാബലേശ്വർ മഹാരാഷ്ട്രയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 1400 കിലോമീറ്റർ നീളം. 1400 കിലോമീറ്ററാണ് അതിൻ്റെ നീളം. പിന്നെ പോഷക നദി ഭീമ ആൻഡ് തുംഗഭദ്ര. ഈ ഭീമ PSC ഒരു മാർക്ക്. ഭീമ നദി ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്നു. കൃഷ്ണ നദി. അടുത്ത കാവേരി ഉത്ഭവിക്കുന്നത് പിന്നെ ബ്രഹ്മഗിരി കുന്നിൽ നിന്നാണ്. ബ്രഹ്മഗിരി കുന്ന് അല്ലെങ്കിൽ തലക്കാവേരി കർണാടകത്തിൽ നിന്നാണ്. കർണാടകത്തിലെ തലക്കാവേരി അല്ലെങ്കിൽ ബ്രഹ്മഗിരി കുന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നു. കൂർഗ് ഡിസ്ട്രിക്റ്റിലാണ്. 800 കിലോമീറ്റർ ഒഴുകുന്നു. 800 കിലോമീറ്റർ. കബനി പ്രധാനപ്പെട്ട അമരാവതി പ്രധാനപ്പെട്ട പോഷക നദികളാണ്. അമരാവതി ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്നു. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. കാവേരി. അടുത്ത നർമ്മദ നദി പിന്നെ ഛത്തീസ്ഗഡിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 1312 കിലോമീറ്റർ. അറേബ്യൻ കടലിൽ പതിക്കുന്നു. അതിൻ്റെ പോഷക നദിയാണ് HIRAI, ഹിറായ്, ഭജൻ എക്സെട്ര. എല്ലാം എഴുതാൻ പറ്റുന്നില്ല. അടുത്ത താപ്തി നദിയാണ്. താപ്തി നദി പിന്നെ മധ്യപ്രദേശിലെ മുൾട്ടായി പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. മുൾട്ടായി പീഠഭൂമി മധ്യപ്രദേശ് MP മധ്യപ്രദേശിൽ നിന്ന് ഉത്ഭവിക്കുന്നു. 724 കിലോമീറ്റർ ഒഴുകുന്നു. പിന്നെ പോഷക നദികളാണ് അനാർ, അതുപോലെ തന്നെ ഗിർണ, പോഷക നദികൾ.
അറേബ്യൻ കടലിൽ പതിക്കുന്നു. അറേബ്യൻ കടലിൽ പതിക്കുന്നു. അപ്പോൾ നർമ്മദ താപ്തി, നർമ്മദയും താപ്തിയും അറേബ്യൻ കടലിലാണ് പതിക്കുന്നത്. ബാക്കിയെല്ലാം ബേ ഓഫ് ബംഗാൾ. ഇവിടെ ഉപദ്വീപീയ നദികളിൽ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി. മഹാനദി ഉത്ഭവിക്കുന്നത് മൈക്കാൽ റേഞ്ച് മധ്യപ്രദേശ്, ഗോദാവരി മഹേബലേശ്വർ പിന്നെ മഹാരാഷ്ട്ര, കൃഷ്ണനദി മഹാബലേശ്വർ മഹാരാഷ്ട്ര, കാവേരി ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കൂർഗ് ഡിസ്ട്രിക്ട് കർണാടക, നർമ്മദ ഛത്തീസ്ഗഡിൽ നിന്ന് ഉത്ഭവിക്കുന്നു, താപ്തി മുൾട്ടായി പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. മധ്യപ്രദേശ് ഇത്രയും ഇതിൻ്റെ ഒരു ഏകദേശ രൂപമാണ്. ഇത് ചാർട്ട് ആദ്യം കയ്യിൽ വെച്ചേക്കും. കയ്യിൽ വെച്ചിട്ട് വേണം ഓരോ നദികളെക്കുറിച്ചും പിന്നെ പഠിച്ചെടുക്കാൻ. ഇനി നമുക്കിതിൻ്റെ ഓരോ നദികളെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ മഹാനദി ഗോദാവരി, കൃഷ്ണ, കാവേരി അത് കിഴക്കോട്ടൊഴുകി ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്നു. എന്നാൽ നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ടൊഴുകി അറേബ്യൻ കടലിൽ പതിക്കുന്നു. ഇനി നമുക്ക് മഹാനദിയെക്കുറിച്ച് പരിശോധിച്ച് നോക്കാം. മഹാനദിയെക്കുറിച്ചാണ് ഇനി പരിശോധിക്കേണ്ടത്. മഹാനദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ മൈക്കാല റേഞ്ചിൽ നിന്നാണ്. അത് ഒഴുകുന്നത് മധ്യപ്രദേശ്, ഒറീസ, ഛത്തീസ്ഗഡ്. മഹാനദി എന്ന് ഹെഡിങ് എഴുതിയിട്ട് അത് ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ മൈക്കാല റേഞ്ചിൽ നിന്നാണ്. ഒഴുകുന്നത് മധ്യപ്രദേശ്, ഒറീസ, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിൽ കൂടി ഒഴുകുന്നു. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. പോഷക നദികളാണ് ഇബ്, എല്ലാം അവിടെ എഴുതാൻ പറ്റിയിട്ടില്ല, ടെൽ, ഷിയോനാഥ്. ഈ ഷിയോനാഥ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പോഷക നദികളാണ് ഇബ്, ടെൽ, ഷിയോനാഥ്. ഈ ഷിയോനാഥ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഷിയോനാഥ് നദിയാണ് ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി. PSC ചോദിച്ചിട്ടുള്ളതാണ്. അത് ഛത്തീസ്ഗഡിലാണ്. ഷിയോനാഥ് നദി ഛത്തീസ്ഗഡിലാണ്. അത് സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദിയാണ് ഷിയോനാഥ്. ഹിരാക്കുഡ് അണക്കെട്ട് മഹാനദിയിലാണ്. പാരദ്വീപ് തുറമുഖം ഒറീസ അത് ഈ മഹാനദിയുടെ പതനസ്ഥാനത്താണെന്ന് ഓർമ്മിച്ചു വയ്ക്കേണ്ടതാണ്. മറ്റൊന്ന്, കട്ടക്കിൽ കൂടി ഒഴുകുന്ന നദി മഹാനദിയാണ്. കട്ടക്ക് ഒറീസയിലാണ്. കട്ടക്ക് ഒറീസയുടെ സാംസ്കാരിക തലസ്ഥാനവും കട്ടക്കാണ്. കട്ടക്കിലാണ് സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത്. കട്ടക്കിലാണ് ഇന്ത്യൻ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം. അതുപോലെ തന്നെ ഒറീസയുടെ അല്ലെങ്കിൽ ഒഡീഷ 2011 മുതലാണ് ഒഡീഷയുടെ പിന്നീട് ഹൈക്കോടതിയുടെ ആസ്ഥാനം കട്ടക്കാണെന്ന് ഓർമ്മിച്ച് വയ്ക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒഡീഷയുടെ ദുഃഖം എന്ന് പറയുന്നത് മഹാനദിയാണ്. ഇത്രയുമാണ്. നമുക്ക് ഒരു ഏകദേശ രൂപം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അടുത്തത് ഗോദാവരിയാണ്. ഉപദ്വീപീയ നദികളിൽ പിന്നെ പ്രധാനപ്പെട്ടത് ഗോദാവരിയാണ്. ഗോദാവരി ഉപദ്വീപീയ നദികളിൽ പ്രധാനപ്പെട്ടത് ഗോദാവരിയാണ്. 1465 കിലോമീറ്റർ നീളത്തിലൊഴുകുന്ന വൃത്തഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി. ഇതിൻ്റെ ഒറിജിൻ മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ്. നാസിക് ഓറഞ്ച് പട്ടണമാണ്, ഓറഞ്ച് സിറ്റി എന്നറിയപ്പെടുന്നു. ഗോദാവരി മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ആന്ധ്ര, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ കൂടി ഒഴുകുന്നു. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുത്. അതേസമയം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ചോദിക്കുകയാണെങ്കിൽ ഗംഗാനദി. ഏറ്റവും നീളമുള്ള നദി ചോദിച്ചാൽ ഗംഗാനദി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുത് ഗോദാവരി. അതുപോലെ തന്നെ ഡെക്കാണിലെ ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചാലും അത് ഗോദാവരി തന്നെയാണ്. സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയുമായി ഏകദേശം വേർതിരിക്കാവുന്ന ഒരു നദിയും ഗോദാവരി നദിയാണെന്ന് ഓർമ്മിച്ച് വച്ചേക്കുക. രാജമുദ്രി എന്ന് പറയുന്ന പുകയില ഗവേഷണ കേന്ദ്രം ആന്ധ്രാപ്രദേശിലാണ്. ഈ ഗോദാവരിയുടെ സമീപത്താണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അതേപോലെ ആന്ധ്രയുടെയും തെലങ്കാനയുടെയും ജീവരേഖ എന്നറിയപ്പെടുന്നത് കാവേരി നദിയാണ്. ഗോവയുടേത് മണ്ടോവി റിവറാണ് ഗോവയുടെ ജീവരേഖ. സിക്കിമിൻ്റെ ജീവരേഖയാണ് ടീസ്റ്റ റിവർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേഗത്തിലൊഴുകുന്ന നദിയും ടീസ്റ്റ റിവറാണെന്ന് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. ഗോദാവരി നദി ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ജോഗ് വെള്ളച്ചാട്ടം
ശരാവതി നദിയിലാണെന്നും അത് കർണാടകത്തിലാണെന്നും ഓർമ്മിച്ചു വെക്കേണ്ടതാണ്. ഗോദാവരി നദിയുടെ പോഷക നദികളാണ് ശബരി, ഞാൻ നിർത്തി പറഞ്ഞ എഴുതിയെടുക്കാനാണ്. ശബരി പോഷക നദി, ഇന്ദ്രാവതി, മഞ്ചിര, പെൺഗംഗ, പൂർണ്ണ, വാർത്ത, ഇതൊക്കെ ഗോദാവരിയുടെ പോഷക നദികളാണെന്ന് ഓർമ്മിച്ചു വയ്ക്കണം. അടുത്ത കൃഷ്ണ നദിയാണ്. നമുക്ക് ഏകദേശം രൂപം മതി ഇതിനകത്ത്. 1400 കിലോമീറ്ററിൽ നീളത്തിലൊഴുകുകയാണ്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്ര, തെലുങ്കാന ഈ 4 സ്റ്റേറ്റുകളിൽ കൂടി ഒഴുകുന്നു. മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്ര, തെലുങ്കാന എന്ന സ്റ്റേറ്റുകളിൽ കൂടി ഒഴുകുന്നു. അർത്ഥഗംഗ, പാതാളഗംഗ, തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ നദിയാണ്. അർത്ഥഗംഗ, പാതാളഗംഗ, തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ നദിയാണെന്നുള്ളത് ഓർമ്മിച്ചു വയ്ക്കണം. തെലുങ്ക് ഗംഗ പ്രോജക്റ്റ് ഉണ്ട്, കൃഷ്ണ നദിയിലുള്ളതാണ് തെലുങ്ക് ഗംഗ പ്രോജക്റ്റ്. ഇത് ചെന്നൈയിൽ കുടിവെള്ളം എത്തിക്കാനുള്ള പ്രോജക്റ്റാണ്. അതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സത്ലജ് നദിയിൽ നിന്ന് വെള്ളം കൊണ്ടുപോയാണ് ഇന്ദിരാഗാന്ധി കനാൽ രാജസ്ഥാനിൽ നിർമ്മിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് ഭീമ, അതുപോലെ തന്നെ തുംഗഭദ്ര, അതുപോലെ കൊയ്ന മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട നദിയും അണക്കെട്ടുമാണ്. മുസി, ഹൈദരാബാദ് മുസി നദിയുടെ തീരത്താണ്. മാലപ്രഭ, ഇതൊക്കെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് കൃഷ്ണ നദിയുടെ. ഭീമ, തുംഗഭദ്ര, കൊയ്ന, മുസി, മാലപ്രഭ. ഈ തുംഗഭദ്ര നദിയുടെ തീരത്താണ് ഹംപി, പഴയ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഹംപി. വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ഹരിഹരനും ബുക്കനുമാണ് 1336. അതവിടെ നിൽക്കട്ടെ. അൽമട്ടി ഡാം ആന്ധ്രാപ്രദേശിലാണ്. അൽമട്ടി ഡാമുമാണ് ആന്ധ്രാപ്രദേശ് കർണാടകവും തമ്മിൽ തർക്കമുള്ളതാണ് അൽമാട്ടി ഡാം. അതുപോലെ വിജയവാഡയും അമരാവതിയും കൃഷ്ണാനദിയുടെ തീരത്താണ്. വിജയവാഡ, അമരാവതി കൃഷ്ണാനദിയുടെ തീരത്താണ്. ഈ അമരാവതിയിലാണ് ആന്ധ്രയുടെ പുതിയ തലസ്ഥാനം ഉയർന്നു വരുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാവേരി നദിയെക്കുറിച്ചാണ്. കാവേരി നദി കർണാടകത്തിലെ തലക്കാവേരിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ബ്രഹ്മഗിരി കുന്നിൽ നിന്നാണ്. കർണാടകത്തിലെ കൂർഗ് ഡിസ്ട്രിക്റ്റിലാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. കർണാടകവും തമിഴ്നാടും തമ്മിൽ തർക്കമുണ്ട്. തമിഴ്നാട്, കർണാടകം കേരളവുമായിട്ടും ചെറിയ തർക്കത്തിലാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് കാവേരി. കാവേരിയുടെ പോഷക നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. അതിൽ കബനി നദി വയനാട്ടിൽ കൂടി ഒഴുകുന്നു. 57 കിലോമീറ്റർ നീളത്തിലാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തോട്ടുള്ള നദികളാണ് ഈ പറഞ്ഞതൊക്കെ. കബനി നദി വയനാട്ടിൽ കൂടി ഒഴുകുന്നു 57 കിലോമീറ്റർ. അത് കാവേരിയുടെ പോഷക നദിയാണ്. ഭവാനി നദി പാലക്കാട് കൂടി ഒഴുകുന്നു 38 കിലോമീറ്റർ. കാവേരിയുടെ പോഷക നദിയാണ്. പമ്പാർ നദി ഇടുക്കിയിൽ കൂടി ഒഴുകുന്നു 25 കിലോമീറ്റർ നീളത്തിൽ. തഞ്ചാവൂർ, ചോളന്മാരുടെ ആസ്ഥാനമായിരുന്നു തഞ്ചാവൂർ, അത് കാവേരിയുടെ തീരത്താണ്. ശ്രീരംഗപട്ടണം കാവേരി നദിയുടെ തീരത്താണ്. 1792 ശ്രീരംഗപട്ടണം സന്ധി നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്, ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിൽ. അടുത്തത് മേട്ടൂർ ഡാം തമിഴ്നാട്ടിലാണ്, അത് കാവേരി നദിയിലാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശിവസമുദ്രം പദ്ധതി കാവേരി നദിയിലാണ്. 1902. 1902 വിവേകാനന്ദൻ അന്തരിച്ചത്. കേരളത്തിലെ ഭ്രാന്താലയം എന്ന് വിളിച്ച വിവേകാനന്ദൻ, അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ജൂലൈ 4. 1893 അമേരിക്കയിലെ ചിക്കാഗോയിൽ മതസമ്മേളനത്തിൽ പങ്കെടുത്തു. അടുത്ത നർമ്മദാ നദിയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. ഉപദ്വീപീയ നദികൾ പ്രധാനപ്പെട്ടതാണ് നർമ്മദാ നദി. ഈ നർമ്മദാ നദിയുടെ വേറൊരു പേരാണ് രേവ നദി. രേവ പഴയ പേരാണ് രേവ. പെരിയാറിൻ്റെ ചൂർണി എന്ന് പറയും പോലെ, ഭാരതപ്പുഴയുടേത് നിള എന്ന് പറയും പോലെ, നർമ്മദയുടെ പഴയ പേരാണ് രേവ. 1312 കിലോമീറ്റർ നീളത്തിലാണ് നർമ്മദാ നദി ഒഴുകുന്നത്. പിന്നെ മധ്യപ്രദേശിലെ മൈക്കാല റേഞ്ചിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഗുജറാത്തിലും മധ്യപ്രദേശിലും കൂടി ഒഴുകുന്ന നദിയാണ്. മൈക്കാല റേഞ്ച് മധ്യപ്രദേശിൽ നിന്നാണ് നർമ്മദാ നദി ഉത്ഭവിക്കുന്നത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദ്വീപീയ നദിയാണ് നർമ്മദാ നദി. സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയുമായി വിഭജിക്കുന്നത് നർമ്മദാ നദിയാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. ഫ്രംശ താഴ്വരയിൽ കൂടി ഒഴുകുന്നു. അപ്പോൾ എന്താണ് ഈ ഫ്രംശ താഴ്വര? ഭൂമി രണ്ടായിട്ട് പിളർന്നു, മാൻഡിൽ വരെ ഇങ്ങനെ പിളർന്നു കിടക്കുകയാണ്. പിളർന്നു കിടക്കുന്ന, കീഴ്ക്കാൻ തൂക്കായി കിടക്കുന്ന പ്രദേശമാണ് ഈ ഫ്രംശ താഴ്വര. അവിടെ കൂടി ഒഴുകുന്ന നദിയാണ് നർമ്മദാ നദി. ഏറ്റവും കൂടുതൽ ഡാം ഉള്ളത് നർമ്മദാ നദിയിലാണ്.
കേരളത്തിൽ പെരിയാർ നദിയിലാണ് ഏറ്റവും കൂടുതൽ ഡാം ഉള്ളത്. കൻഹ നാഷണൽ പാർക്ക് മധ്യപ്രദേശിലാണ്, ഈ നദിയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നർമ്മദ നദിയെ സംരക്ഷിക്കാൻ കൊണ്ടുവന്ന ഒരു സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ കൊണ്ടുവന്നത് അതിൻ്റെ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത മേധ പാട്കറാണ്. സർദാർ സരോവർ അണക്കെട്ട് സംരക്ഷിക്കുക, സസ്യജാലങ്ങളെയും അതുപോലെ തന്നെ മനുഷ്യരെയും സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ്റെ ഉദ്ദേശം. ഈ നർമ്മദ നദിയിലാണ്, നദിയുടെ കരയിലാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി അല്ലെങ്കിൽ ഏകതാ പ്രതിമ. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള പ്രതിമയാണ്. 182 മീറ്റർ 597 അടിയാണ്. അത് നിർമ്മിച്ചത് അതിൻ്റെ ശില്പി RV സുധറാണ്. നർമ്മദ നദിയുടെ തോഴി എന്ന് വേണമെങ്കിൽ നമുക്ക് താപ്തി നദിയെ വിളിക്കാം. മധ്യപ്രദേശിൻ്റെ ജീവരേഖയാണ് നർമ്മദ നദി എന്ന് പറയുന്നതിൽ തെറ്റില്ല. നമുക്കിനി പഠിക്കേണ്ട താപ്തി നദിയെക്കുറിച്ചാണ്. താപ്തി നദി മുണ്ടായി പീഠഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ മുൾട്ടായി പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. താപ്തി നദിയുടെ തീരത്താണ് സൂററ്റ് എന്ന് മനസ്സിലാക്കണം. ആനർ ഗിർണ താപ്തി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് നദികളെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് ഹിമാലയൻ നദി. ഹിമാലയൻ നദികളിൽ സിന്ധു നദി, ഗംഗ, ബ്രഹ്മപുത്ര. അതിൽ ഗംഗയും ബ്രഹ്മപുത്രയും കിഴക്കോട്ടൊഴുകി ബേ ഓഫ് ബംഗാൾ പതിക്കുന്നു. സിന്ധു നദി പടിഞ്ഞാറോട്ടൊഴുകി അറേബ്യൻ കടൽ പതിക്കുന്നു. പാകിസ്ഥാൻ്റെ ദേശീയ നദിയാണ് സിന്ധു നദിയെങ്കിൽ ഇന്ത്യയുടെ പുണ്യനദിയാണ് അല്ലെങ്കിൽ ദേശീയ നദിയാണ് ഗംഗ എന്ന് ഞാൻ നിങ്ങളടുത്ത് പറയുകയുണ്ടായി. ഹിമാലയൻ നദികൾ പെരണിയൽ റിവേഴ്സ് ആണെന്ന് പറഞ്ഞു. ഒരിക്കലും അത് വെള്ളം വറ്റുന്നില്ല, മഞ്ഞുരുകി വെള്ളം കിട്ടുന്നുണ്ട്. എന്നാൽ ഉപദ്വീപീയ നദികൾ വിന്ധ്യ സാത്പുര പർവ്വതത്തിനടുത്ത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് പ്രധാനമായും ഉത്ഭവിക്കുന്നതെന്ന് പറഞ്ഞു. നർമ്മദ, താപ്തി, കാവേരി, മഹാനദി തുടങ്ങിയ നദികളെക്കുറിച്ച് ഞാൻ നിങ്ങളടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഓരോ നദികളെക്കുറിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് പരാമർശിച്ചിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കാനുള്ളത് സിലബസിൽ നദികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലായി, ചോദിച്ചില്ലെങ്കിലായി. സിലബസ് ഉണ്ടാക്കിയവർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സിലബസിൽ നിന്ന് പുറത്തുനിന്നും ക്വസ്റ്റ്യങ്ങൾ ചോദിക്കാം. 5ാം ക്ലാസ് മുതലുള്ള സകല പുസ്തകങ്ങളും വായിക്കണം. മിക്കവാറും ക്വസ്റ്റ്യൻസ് വരുന്ന 5ാം ക്ലാസ്സിൽ നിന്നായിരിക്കും. 5ാം ക്ലാസ്സിലെ മാത്സ്, 5ാം ക്ലാസ്സിലെ സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, അവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കാരണം ഇത് SLCക്ക് താഴെയുള്ള കുട്ടികൾ എഴുതാനുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇനി എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ പുതിയ ഒരു പങ്ക്തിയിലേക്ക് ക്ഷണിക്കുകയാണ്. 2003 LDC പരീക്ഷ OMR ഷീറ്റ് തുടങ്ങിയത്. 2003, 2005, 2007, 2011, 2014, 2017 ഇങ്ങനെയാണ് LDC പരീക്ഷ നടന്നിട്ടുള്ളത്. അവസാനം നടന്ന LDC പരീക്ഷ OMR ഷീറ്റിൽ 2017 ഇനിയിപ്പോൾ അടുത്ത് നടക്കാൻ പോവുകയാണ്. അതിനുള്ള പ്രാഥമിക പരീക്ഷയ്ക്കാണ് എൻ്റെ സുഹൃത്തുക്കൾ തയ്യാറെടുക്കുന്നത്. 2003 മുതൽ LDC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾ പരിശോധിച്ചു. പരിശോധിച്ചപ്പോൾ ഞാനീ പറഞ്ഞ ഹിമാലയൻ നദികളിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ശേഖരിച്ചിട്ടുണ്ട്. 2003 ഇത് ആദ്യത്തെ പേപ്പർ 2003 2003 LDC പരീക്ഷയ്ക്ക് ചോദിച്ച ആദ്യ ക്വസ്റ്റ്യൻ താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ്? യമുന നദിയുടെ തീരത്താണ്. ഡൽഹി ഏത് നദിയുടെ തീരത്താണ്? യമുന നദിയുടെ തീരത്താണ്. താജ്മഹൽ പണികഴിപ്പിച്ചത് ആര്? ഷാജഹാൻ. മക്കളുടെ തടവറയിൽ കിടന്ന ഭരണാധികാരി ഷാജഹാൻ, PSC 1 മാർക്ക്. താജ്മഹലിൻ്റെ ശില്പി ഉസ്താദ് ഈസ, PSC 1 മാർക്ക്. ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ. 2003 LDCക്ക് നദികളിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഇന്ത്യയിൽ ആദ്യം സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഏത്? ഷിയോനാഥ്. ഷിയോനാഥ് നദി ഏത് സ്റ്റേറ്റിലെന്നാണ് ചോദിച്ചത്? ഛത്തീസ്ഗഡ്. തലസ്ഥാനം റായ്പൂർ. മധ്യപ്രദേശിനെ വിഭജിച്ചുണ്ടായ സ്റ്റേറ്റാണ് ഛത്തീസ്ഗഡ്. അടുത്ത ക്വസ്റ്റ്യൻ 2003 ചോദിച്ച LDCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ഡൽഹി ഏത് നദിയുടെ തീരത്താണ്? യമുന നദിയുടെ തീരത്താണ്. ഏത് നദീതീരത്ത് വെച്ചാണ് അലക്സാണ്ടറും പോറസും തമ്മിൽ യുദ്ധം ചെയ്ത ഹൈഡാപ്പസ് യുദ്ധം? അത് ഛല നദിയുടെ തീരത്താണ്. BC 326 അലക്സാണ്ടർ മരിച്ചത് BC 323 ബാബിലോണിയയിൽ വെച്ചിട്ടാണ്. ബാബിലോണിയ എന്ന് പറയുന്നത് ഇറാഖിലാണ്. ഇറാഖ് അവിടെയാണ് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി. മെസപ്പൊട്ടേമിയൻ സംസ്കാരം അവിടെയാണ്. ഇറാഖിൻ്റെ തലസ്ഥാനമാണ് ബാഗ്ദാദ്. ഇറാഖ് ഒരു ഏഷ്യൻ രാജ്യമാണ്.
അടുത്ത 2003 LDC ചോദിച്ച ക്വസ്റ്റ്യനാണ്, കാവേരി നദീജല തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതല്ല? കാവേരി നദീജല തർക്കം നിലനിൽക്കുന്നത് പ്രധാനമായും കർണാടകവും തമിഴ്നാട്, കേരളവും അതിൻ്റെ ഒരു ഭാഗമാണ്. ഉത്തരത്തിൽ കർണാടകവും കേരളവും അതായിരുന്നു ഒരു ഓപ്ഷൻ. കാവേരിയുടെ പോഷക നദികൾ ഏതെല്ലാം? കബനി, ഭവാനി, പാമ്പാർ. കബനി നദി ഒഴുകിയെത്തുന്നത് കാവേരിയിലാണ്, ഭവാനി ഒഴുകിയെത്തുന്നത് കാവേരിയിലാണ്, പാമ്പാർ ഒഴുകിയെത്തുന്നത് കാവേരിയിലാണ്. കബനി വയനാട്ടിലാണ്, ഭവാനി നദി പാലക്കാടാണ്, പാമ്പാർ ഇടുക്കിയിൽ കൂടി ഒഴുകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്ഘട്ട് ഏത് നദിയുടെ തീരത്താണ്? 2003 LDC 1 മാർക്ക്. യമുന നദിയുടെ തീരത്താണ്. ബംഗാളിന്റെ ദുഃഖം എന്ന് വിളിക്കുന്ന ദാമോദർ നദിയെങ്കിൽ ബീഹാറിന്റെ ദുഃഖം എന്ന് വിളിക്കുന്ന ഡാഷ് കോസി റിവർ. കോസി പ്രോജക്റ്റ് ഇന്ത്യയും നേപ്പാളും തമ്മിലാണ്. ഇന്ത്യയും നേപ്പാളും. കോസി പ്രോജക്റ്റ്, കോസി റിവർ. 2005 LDC, എല്ലാവരും 2005 LDC എന്ന് ബുക്കിലെഴുതും. ആദ്യത്തെ ക്വസ്റ്റ്യൻ, തെഹരി ഡാം പ്രോജക്റ്റ് ഏത് നദിയിലാണ്? ഭഗീരഥി നദി. ഭഗീരഥി നദിയിലാണ്. അത് പിന്നെ ഉത്തരാഖണ്ഡിലാണ്. തലസ്ഥാനം ഡെറാഡൂൺ. ഗംഗ യമുന നദിയുടെ സംഗമസ്ഥാനം ഏത്? അലഹബാദ്. ത്രിവേണി സംഗമം, ഗംഗ, യമുന, സരസ്വതി നദികൾ. എന്നാൽ പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ നദി ഏതെന്നുള്ളതിന് ആമസോൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ചോദിക്കുകയാണെങ്കിൽ ബ്രഹ്മപുത്ര. ഏറ്റവും നീളം കൂടിയ നദി ചോദിക്കുകയാണെങ്കിൽ ഗംഗ. ഗംഗ. ഇന്ത്യയിലെ ദേശീയ നദി ഗംഗ. പാകിസ്ഥാനിലെ ദേശീയ നദി സിന്ധു. പോങ് അണക്കെട്ട് ഏത് നദിയിലാണ്? PSC 1 മാർക്ക് 2005. പോങ് അണക്കെട്ട് ബിയാസ് നദിയിലാണ്, ഹിമാചൽ പ്രദേശിലാണ്. പോങ് അണക്കെട്ട് ബിയാസ് നദിയിലാണ്, ഹിമാചൽ പ്രദേശിലാണ്. വീണ്ടും 2003 ചോദിച്ച ക്വസ്റ്റ്യൻ 2005 റിപ്പീറ്റ് ചെയ്തു. അലക്സാണ്ടർ പോറസുമായി യുദ്ധം ചെയ്തത് ഏത് നദീതീരത്ത് വെച്ചാണ്? ചലം നദീ തീരത്ത് വെച്ചാണ്, ജമ്മു കാശ്മീർ. ചലം നദി. അടുത്ത് എല്ലാവരും ബുക്കിലെഴുതൂ. 2007 LDC നർമ്മദ സംരക്ഷണ പ്രക്ഷോഭം എന്തിനു വേണ്ടിയായിരുന്നു? നർമ്മദ ബച്ചാവോ ആന്തോളൻ നമ്മൾ നേരത്തെ പറഞ്ഞു, മേധാ പാട്കർ. നർമ്മദ നദി ഗുജറാത്തിലാണെന്ന് പറഞ്ഞു. അവിടെയാണ് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയെന്ന് പറഞ്ഞു. നർമ്മദ സംരക്ഷണ പ്രക്ഷോഭം പരിസ്ഥിതി സംരക്ഷണവും സാമൂഹ്യ നീതിക്കും വേണ്ടിയിട്ടാണ്. പരിസ്ഥിതി സംരക്ഷണം, സാമൂഹ്യ നീതി. ബംഗാളിന്റെ ദുഃഖം എന്ന് വിളിക്കുന്ന നദി ഏതാണ്? ദാമോദർ നദി. ഹൂഗ്ലി നദി ഗംഗാ നദിയുടെ കൈവഴിയാണ്, അല്ലെങ്കിൽ ഉപനദിയാണ്. അപ്പോൾ ഹൂഗ്ലി നദിയിൽ ഒഴുകിയെത്തുന്ന അതിൻ്റെ പോഷക നദിയാണ് ദാമോദർ നദി. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. വെള്ളപ്പൊക്ക ഭീഷണിയുള്ള നദിയാണ്. അതിലാണ് അമേരിക്കൻ മോഡലിലുള്ള വിവിധോദ്ദേശ പദ്ധതി ഏർപ്പെടുത്തിയത്. ഇന്ത്യയിൽ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ്, മൾട്ടിപർപ്പസ് പ്രോജക്റ്റാണ്. ടെന്നിസ് വാലി പ്രോജക്റ്റ്. അമേരിക്കയിലാണ് ടെന്നിസ് വാലി പ്രോജക്റ്റ്. അതിന് സമാനമായതാണ് ഈ ദാമോദർ നദിയിൽ പശ്ചിമ ബംഗാളിൽ. ബീഹാറിൻ്റെ ദുഃഖം കോസി നേരത്തെ പറഞ്ഞു. അടുത്തത്, അൽമാട്ടി ഡാം അണക്കെട്ട് ഏത് നദിയിലാണ്? കൃഷ്ണ നദിയിലാണ്, കർണാടകത്തിലാണ്. അൽമാട്ടി ഡാം. ലാൽ ബഹദൂർ ശാസ്ത്രി ഡാം എന്നും ഇതിന് പേരുണ്ട്. അൽമാട്ടി ഡാമിൻ്റെ വേറൊരു പേരാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയിലെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. സമാധാനത്തിൻ്റെ മനുഷ്യൻ എന്നറിയപ്പെടുന്നു. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ച ആളാണ്. അത് മാത്രമല്ല, താഷ്കന്റ് കരാർ 1966 ജനുവരി 11 അവിടെ വെച്ച് മരിക്കുകയാണ് ചെയ്തത് അദ്ദേഹം. താഷ്കന്റ് കരാറിൽ ഒപ്പിട്ടിട്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് താഷ്കന്റ് കരാർ. അടുത്തത്, കാവേരി തർക്ക പരിഹാര ട്രിബ്യൂണലിന്റെ വിധി പ്രകാരം കേരളത്തിൽ ലഭിക്കുന്ന ജലത്തിന്റെ അളവത്ര? 30 TMC അടിവെള്ളമാണ്. 30 TMC അടിവെള്ളം. അത് ആർക്കും കിട്ടാത്ത ഒരു ക്വസ്റ്റ്യനായിരുന്നു. കാവേരി തർക്ക പരിഹാര ട്രിബ്യൂണലിന്റെ വിധി പ്രകാരം കേരളത്തിൽ ലഭിക്കുന്ന ജലത്തിന്റെ അളവ് 30 TMC അടിവെള്ളം. തെഹരി അണക്കെട്ട് ഏത് നദിയിലാണ്? ഭഗീരഥി നദി. ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിൽ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് തെഹരി അണക്കെട്ട്. ആ തെഹരി അണക്കെട്ടിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭം നടത്തിയാണ് സുന്ദർലാൽ ബഹുഗുണ. അദ്ദേഹമാണ് ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത്. ടാളസ്റ്റ് ഡാമാണ് തെഹരി അണക്കെട്ട്. ഭഗീരഥി നദിയിലാണ്. ബാഗ്ലിഹാർ ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? ചിനാബിലാണ്. ചിനാബ് നദിയിലാണ്. അത് ജമ്മു കാശ്മീരിലാണ്, ചിനാബ് നദിയിൽ. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരിയാണ്. PSC 1 മാർക്ക്. വൃത്തഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. അടുത്തത്, ഹാരപ്പ ഏത് നദിയുടെ തീരത്താണ്? രവി നദിയുടെ തീരത്താണ് ഹാരപ്പ. ഇനി 2011 LDC എന്ന് ബുക്കിലെഴുതും. 2011 LDC. ഇത് മാത്രം ഞാൻ തീർക്കില്ല. കാരണം 2003, 2005, 7, 11, 14, 17
ഇത്രയും കഴിഞ്ഞാൽ ഉടൻ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ക്വസ്റ്റ്യൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത ക്ലാസ് മുതൽ നിങ്ങൾക്ക് കിട്ടും. ഈ വിഷയം മാത്രമല്ല, ഈ പഠിപ്പിച്ച് തീർത്തതിൻ്റെ എല്ലാം ചോദ്യപേപ്പർ പരിശോധിച്ച് നിങ്ങൾക്ക് തരും. എൻ്റെ കുട്ടികളെല്ലാവരും പ്രാഥമിക പരീക്ഷ എഴുതി ജയിച്ചേ പറ്റുള്ളൂ. ഇതൊരു വെല്ലുവിളിയാണ്. പൈസ കൊടുത്ത് പഠിക്കുന്നവരും പൈസ കൊടുത്ത് പഠിക്കാത്തവരും തമ്മിലുള്ള ഒരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിയിൽ ഇല്ലാത്തവൻ്റെ പക്ഷം ജയിക്കണം. ആ ഇല്ലാത്തവരുടെ പക്ഷത്താണ് ചക്രവാണി സാർ നിൽക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്, ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്ന എല്ലാ ഉദ്യോഗങ്ങളിലും നിയമനം PSC നടത്തണം, അവിടെ സാമൂഹ്യ നീതി ഉണ്ടാവൂ. അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഹാരപ്പ ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം രവി നദിയുടെ തീരത്താണ്. 2011 LDC 1 മാർക്ക്. കാവേരി നദീജല തർക്കത്തിൽ ഉൾപ്പെട്ട സ്റ്റേറ്റുകൾ ഏതെല്ലാം? കർണാടക, തമിഴ്നാട്, കേരളം. അതിലില്ലാത്തത് ആന്ധ്രയാണ്. ആന്ധ്രാപ്രദേശ് കാവേരി നദീജല തർക്കത്തിൽ ഉൾപ്പെടുന്നതല്ല. അടുത്തത് അൽമാട്ടി ഡാം ഏത് സ്റ്റേറ്റിലാണ്? കർണാടക, കൃഷ്ണ നദിയിലാണ്. ഏത് നദിയുടെ തീരത്താണ് ഇന്ത്യൻ പൗരാണിക സംസ്കാരം ഉടലെടുത്തത്? സിന്ധു നദിയുടെ തീരത്താണ്. മോഹൻജദാരോ, ഹാരപ്പ. മോഹൻജദാരോ സിന്ധു നദിയുടെ തീരത്താണ്. ഹിരാക്കുഡ് നദീജല പദ്ധതി ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മഹാനദി, ഒഡീഷ എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ ദേശീയ നദിയായ ഗംഗയും പോഷക നദിയായ യമുനയും സംഗമിക്കുന്ന സ്ഥലമാണ് അലഹബാദ്, ത്രിവേണി സംഗമം. അതേസമയം അളകനന്ദയും പിന്നെ ഭഗീരഥി നദിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് ദേവപ്രയാഗ്, അത് ഉത്തരാഖണ്ഡിലാണ്. അയോധ്യ പട്ടണം ഏത് നദിയുടെ തീരത്താണ്? 2011 LDC സരയൂ നദിയുടെ തീരത്താണ്. സരയൂ ഉത്തർപ്രദേശിലാണ്. ഭ്രംശ താഴ്വര റിഫ്റ്റ് വാലിയിൽ കൂടി ഒഴുകുന്ന നദി ഏത്? നർമ്മദ നദി. നർമ്മദ ഭൂമി 2 പിളർന്ന് കിടക്കുകയാണ്, അതിനകത്തൂടെ ഒഴുകുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. 2011 LDC ആണ്. ലോക തണ്ണീർത്തട ദിനമെന്നാണ്? ഫെബ്രുവരി 2 1971 ഫെബ്രുവരി 2 ഇറാനിലെ റംസർ കൺവെൻഷൻ നടന്നു. ആ കൺവെൻഷനാണ് തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കാൻ തീരുമാനിച്ചത്. അത് കായലുകൾ എടുക്കുമ്പോഴത്തേക്ക് ഞാനത് പറയും. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ഏത്? ബ്രഹ്മപുത്ര നദി. 2011 LDC. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഗോദാവരി, വൃത്തഗംഗ എന്നറിയപ്പെടുന്ന ഗോദാവരി. 2011 LDC 1 മാർക്ക്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളം വഹിക്കുന്ന നദി ഏതാണ്? ആമസോൺ നദി, തെക്കേ അമേരിക്കയിലാണ്. LDC 1 മാർക്ക്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ നദിയാണ്. നൈൽ നദി, അസ്വാൻ അണക്കെട്ട് നൈൽ നദിയിലാണ്. അസ്വാൻ അണക്കെട്ട്. പിന്നെ നൈൽ നദിയുടെ ദാനമാണ് ഈജിപ്റ്റ്. അങ്ങനെ പറഞ്ഞത് ഹെറോഡോട്ടസ് ആണ്, ഫാദർ ഓഫ് ഹിസ്റ്ററി. ഹിസ്റ്ററിയുടെ പിതാവാണ് ഹെറോഡോട്ടസ്. എക്കണോമിക്സിന്റെ പിതാവാണ് ആഡം സ്മിത്ത്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് വെൽത്ത് ഓഫ് നേഷൻസ്. ബ്രിട്ടീഷുകാരനാണ് ആഡം സ്മിത്ത്, ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ഹിസ്റ്ററിയാണ് ഹെറോഡോട്ടസ്. ഫാദർ ഓഫ് ആയുർവേദ ആർത്രേയ. ഫാദർ ഓഫ് ഹോമിയോപ്പതി ഹാനിമാൻ. അടുത്തത് ഇന്ത്യയിലെ നീളം കൂടിയ അണക്കെട്ട് ഏതാണ്? ഹിരാക്കുഡ്, ഒഡീഷയിലാണ്. ഒറീസ ആയത് 2011 ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുമ്പോൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് തിബറ്റിലെ മാനസ സരോവറിൽ നിന്നാണ്. അത് അരുണാചൽ പ്രദേശിലെ നഞ്ചബർബ എന്ന പ്രദേശത്തുകൂടി പർവ്വതനിരയിൽ കൂടി ഇന്ത്യയിൽ കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേര് ദിഹാങ് എന്നായി മാറുന്നു. ദിഹാങ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. 2013-14 നിങ്ങളുടെ ബുക്കിൽ എഴുതുക. 2013-14 LDC ഹിരാക്കുഡ് പദ്ധതി ഏത് നദിയുമായി ബന്ധപ്പെട്ടതാണ്? മഹാനദിയുമായി ബന്ധപ്പെട്ടതാണ്. ഹിരാക്കുഡ് ഒറീസയിലാണ്. നർമ്മദ, താപ്തി നദികൾ ഒഴുകിയെത്തുന്ന സമുദ്രം ഏത്? അറേബ്യൻ കടലാണ്. കാംബെ കടലിടുക്കിലാണ്, കാംബെ ഉൾക്കടൽ. അടുത്തത് ദാമോദർ നദീതട പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഏതെല്ലാം സംസ്ഥാനങ്ങൾ? ദാമോദർ നദി പശ്ചിമ ബംഗാളിലാണ്. ഒന്ന്, ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദിയാണ്. ഹൂഗ്ലി നദിയുടെ പോഷക നദിയാണ് ദാമോദർ നദി. എന്നാൽ പിന്നീട് ഗംഗാ നദിയുടെ ഉപനദിയാണ് ഹൂഗ്ലി നദി. കൊൽക്കത്ത ഹൂഗ്ലി നദിയുടെ തീരത്താണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദാമോദർ നദീതട പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ജാർഖണ്ഡും പശ്ചിമ ബംഗാളുമാണ്. അടുത്തടുത്ത് കിടക്കുകയാണ്. ശബരി നദി, അത് ഗോദാവരിയുടെ പോഷക നദിയാണ് ശബരി നദി. നാഗാർജുന സാഗർ പദ്ധതി ഏത് നദിയിലാണ്? കൃഷ്ണ നദിയിലാണ് നാഗാർജുന സാഗർ പദ്ധതി.
ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ്? മഹാനദിയിലാണ്. തന്നിരിക്കുന്ന നദികളിൽ ഹിമാലയൻ നദികളിൽ പെടാത്തത് ഏത്? ഗോമതി പെടും, യമുന പെടും, കോസി പെടും, നർമ്മദ. നർമ്മദ ഉപദ്വീപീയ നദിയാണ്. ഉത്തരം നർമ്മദയാണ്. ഹിമാലയ പർവ്വത രൂപീകരണ സമയത്ത് അപ്രത്യക്ഷമായ നദി ഏതാണ്? സരസ്വതി നദി. ഭൂമിക്കടിയിലൂടെ ഇപ്പോഴും ഒഴുകുന്നു എന്ന് വിശ്വസിക്കുകയാണ് സരസ്വതി നദി. അതിനെ കണ്ടെത്താനുള്ള ഗവേഷണങ്ങൾ നടക്കുകയാണ്. ഫോൾഡ് മൗണ്ടെയിൻ ഉദാഹരണമാണ് ഹിമാലയൻ പർവ്വതനിര, മടക്ക് പർവ്വതത്തിന് ഉദാഹരണം. ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതമാണ് ഹിമാലയ പർവ്വതം. എന്നാൽ ഏറ്റവും പ്രായം കൂടിയ പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിരയെന്ന് ഓർമ്മിച്ചു വെക്കേണ്ടതാണ്. മഹാനദിയുടെ ദൈർഘ്യം എത്ര കിലോമീറ്ററാണ്? 837 കിലോമീറ്റർ എന്നാണ് ഇതിൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഗായ്മുക്ക് ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗംഗാ നദി. ഉത്തരാഖണ്ഡിലെ ഗായ്മുക്കിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാലം ഏത് നദിയിലാണ്? അത് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയായ ലോഹിത് നദിയിലാണ്. 9.1 കിലോമീറ്ററാണ്. ധോള സാദിയ ബ്രിഡ്ജ് എന്നാണ് അതിന് പറയുന്നത്. ധോള സാദിയ ബ്രിഡ്ജ് അല്ലെങ്കിൽ ഭുവൻ ഹസാരിക പാലം. ഭുവൻ ഹസാരിക പാലം. അടുത്തത്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ഏതാണ്? ദാമോദർ നദീതട പദ്ധതി. ദാമോദർ നദീതട പദ്ധതി. ബ്രഹ്മപുത്രയുടെ പാട്ടുകാരൻ എന്നാണ് ഭുവൻ ഹസാരികയെ അറിയപ്പെടുന്നത്. ബ്രഹ്മപുത്രയുടെ പാട്ടുകാരൻ ഭുവൻ ഹസാരിക പ്ലേ റൈറ്റാണ്, നടനാണ്, അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. 2017 LDC കോസി ജലവൈദ്യുത പദ്ധതി ഏത് സ്റ്റേറ്റിലാണ്? ബീഹാറിലാണ്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി ഏത്? നർമ്മദ, താപ്തി. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നില്ല. ഫക്രാനങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്? സത്ലജ് നദിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം എവിടെയാണ്? കുന്നമംഗലം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നിങ്ങളടുത്ത് എനിക്ക് പറയേണ്ടി വന്നത്. അപ്പോൾ 2003 മുതൽ 2017 വരെയുള്ള LDCയുടെ ചോദ്യപേപ്പർ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ വളരെ പെട്ടെന്ന്, വളരെ സ്പീഡിന് കേരളത്തിലെ നദികളെക്കുറിച്ച്, പ്രധാനപ്പെട്ട കേരളത്തിലെ 44 നദികളെക്കുറിച്ചൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും പ്രധാനപ്പെട്ട നദികളെക്കുറിച്ച് പറഞ്ഞ് അത് അവസാനിപ്പിച്ചതിന് ശേഷം വന്യജീവി സങ്കേതത്തിലേക്കും അതേപോലെ തന്നെ ദേശീയോദ്യാനത്തിലേക്കും നമുക്ക് കടക്കേണ്ടതുണ്ട്. ബാക്കിയുള്ള പോർഷൻസ് കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടതുണ്ട്. ഇതെല്ലാം കൂടെ പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം ഓർമ്മിക്കുക, 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ വായിക്കുന്നവർ ജയിച്ചിരിക്കും. ഇന്ന് തന്നെ എവിടെയെങ്കിലും പോയി 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2 പുസ്തകം വാങ്ങുക. 5ാം ക്ലാസ്സിലെ മാത്സ് അതായിരിക്കും 7ാം ക്ലാസ്സിൽ നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. ഇവിടെ എൻ്റെ വീട്ടിൽ ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നവർ കഴിഞ്ഞ ദിവസം 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ പാർട്ട് 1 പാർട്ട് 2 അവർ ഗ്രൂപ്പ് വർക്ക് ചെയ്തത് തീർത്തു. എന്നെ കേട്ടോണ്ടിരിക്കുന്നവരെല്ലാവരും നിങ്ങൾ പാഠപുസ്തകങ്ങളിലേക്ക് പോകണം. പിന്നെ പത്രങ്ങൾ വീണ്ടും ശരിയായിട്ടൊന്ന് വായിക്കണം. പരീക്ഷയ്ക്ക് നന്നായിട്ടൊന്ന് തയ്യാറെടുക്കണം. എല്ലാവരും ജയിച്ചു കാണാനാണ് ഞങ്ങളുടെ അധ്യാപകരുടെ മോഹം. അതുകൊണ്ട് എല്ലാവരും നന്നായി പഠിക്കണം. ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും നന്നായിട്ട് പഠിക്കണം. കാരണം 4 മണിക്കൊക്കെ ഞങ്ങൾ നിങ്ങളെ വിളിച്ചുണർത്തുന്നതാണ്. അതുപോലെ നിങ്ങൾ നിരന്തരം പഠിക്കുന്നവരാണ്. പലരുടെയും ബുദ്ധിമുട്ടുകൾ എന്നെ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കണം. നിങ്ങൾക്ക് മാത്രമല്ല ഈ ബുദ്ധിമുട്ട്, ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണ്. അതുകൊണ്ട് നമ്മളുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും നമ്മളിലേക്ക് ഒതുക്കി നമ്മളൊരു പുതിയ മനുഷ്യനായി തീരാൻ എല്ലാവരും കഠിനമായി പ്രയത്നിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ഹിമാലയൻ നദികളെക്കുറിച്ചും ഉപദ്വീപീയ നദികളെക്കുറിച്ചുമുള്ള ഹ്രസ്വമായ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ നദികളെക്കുറിച്ച് പൂർണ്ണമായി നിങ്ങൾ വീണ്ടും വീണ്ടും വായിച്ച് ഇതിനെ വിപുലീകരിക്കണമെന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടെത്തി അത് നിങ്ങൾ ഒരു ചെറിയ നോട്ട്ബുക്കിൽ എഴുതിയിടണമെന്നും പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.